രാജ്യം മറ്റൊരു പൊതു തിരഞ്ഞെടുപ്പിന് തൊട്ടടുത്തെത്തി നിൽക്കുമ്പോഴാണ് ഇതേ രാജ്യത്തെ കർഷകർ സമരപ്രഖ്യാപനവുമായി രാജ്യ തലസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങുന്നത്. തങ്ങളുടെ ട്രാക്ടറുകളിലടക്കം ഡൽഹിയെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്ന് ദിവസങ്ങളായിട്ടും അവരിന്നും വഴിയിൽ തന്നെയാണ്. യുദ്ധസമാനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരും അവരുടെ സിൽബന്ദികളും സമരത്തെ അടിച്ചമർത്തുമ്പോഴും തളരാതെ കർഷകർ സമരവീര്യവുമായി മുന്നോട്ട് തന്നെയാണ്. സാമ്പത്തിക രംഗത്ത് കാര്യമാത്ര പ്രസക്തമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നുവെങ്കിലും ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഭരണത്തിലേറുന്നതും. 5 വർഷത്തെ ഭരണത്തിനൊടുവിൽ വന്നെത്തിയ തിരഞ്ഞെടുപ്പിന് നരേന്ദ്രമോദി സർക്കാർ ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിലേറിയത് പ്രതിപക്ഷ സ്വരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു. അക്കാലം അത്രയും ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കോൺഗ്രസ് പാർലമെന്റിലടക്കം എതിർശബ്ദമുയർത്താനുള്ള അംഗബലമില്ലാതെ ഒതുങ്ങിപ്പോയ കാലം. ചോദ്യം ചെയ്യപ്പെടലുകളെ ഭയക്കാതെ മോദി ഭരിച്ച കാലം കൂടിയാണത്. ഏറെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കാശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തുമാറ്റിയ ആർട്ടിക്കിൾ 370 അമെൻമെന്റും CAA NRCയും എല്ലാം നിയമമാക്കാൻ സാധിച്ച സർക്കാർ അക്ഷരാർത്ഥത്തിൽ മുട്ടുമടക്കിയത് ഈ രാജ്യത്തെ കർഷകർക്ക് മുൻപിലായിരുന്നു. കൊറോണ മഹാമാരിയുടെ കാലത്ത് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും UPയിൽ നിന്നുമെല്ലാം ഡൽഹിയിലേക്ക് അവരുടെ ട്രാക്ടറിൽ പട നയിച്ച കർഷകർക്ക് മുൻപിൽ ഒടുവിൽ സർക്കാരിന് തോൽക്കേണ്ടി വന്നു. രാജ്യത്തെ കർഷകരെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന കർഷക വിരുദ്ധ ബില്ലുകൾ എന്ന് കർഷകർ ആരോപണം ഉന്നയിച്ച 3 കർഷക ബില്ലുകൾക്കെതിരെ ഡൽഹി അതിർത്തിയിൽ മഴയും മഞ്ഞും വെയിലുമേറ്റ് 1 വർഷവും 4 മാസവും 2 ദിവസവുമാണ് സമരം നീണ്ടുനിന്നത്. റോഡുകളിൽ ബാരിക്കേഡുകൾ തീർത്തും പോലീസിനെയും അർദ്ധസൈനിക വിഭാഗത്തിനെയും ഉപയോഗിച്ചുമെല്ലാം സമരം തകർക്കാൻ ഭരണത്തിലിരുന്ന BJP പഠിച്ച പണി 18 നോക്കിയിട്ടും അനേകം കർഷകർ മരിച്ചു വീണിട്ടും പതറാത്ത കർഷകരുടെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ പരാജയം സമ്മതിച്ച് വിവാദ കർഷക നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു സർക്കാരിന്. അധികാരത്തിലിരുന്ന 10 വർഷങ്ങൾക്കിടയിൽ ഇത്രയും വ്യക്തമായ മറ്റൊരു U-ടേൺ നരേന്ദ്രമോദിക്ക് എടുക്കേണ്ടി വന്നില്ല എന്നതാണ് കർഷക സമരത്തിന്റെ പ്രസക്തി. നിലവിൽ ഡൽഹിയുടെ അതിർത്തികൾ പ്രക്ഷുബ്ധമാണ്. വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്ന MSP ബിൽ പാസാക്കണമെന്ന 2020 ആവശ്യം ഇത്ര നാളും നടപ്പാക്കാത്ത സർക്കാർ നടപടി തന്നെയാണ് ഈ സമരത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന്. തിരഞ്ഞെടുപ്പ് മുന്നിലുള്ളതിനാൽ മോദിക്കും കൂട്ടർക്കും ചെറുതല്ലാത്ത ഭയം ഉള്ളിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. എതിർശബ്ദമുയർത്തുന്നവരെ രാജ്യദ്രോഹികളും വിഘടനവാദികളുമായി മുദ്രകുത്തിയ കൂട്ടർ ആ പണി ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. പഞ്ചാബിൽ നിന്ന് ട്രാക്ടർ ഓടിച്ചു വരുന്ന കർഷകരെ ഡൽഹിക്കും ഒരുപാട് അകലെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തടയാൻ ചരിത്രത്തിലില്ലാത്ത നടപടി കൈക്കൊണ്ടിട്ടുണ്ട്. റോഡ് കുത്തിപ്പൊളിച്ചും മുള്ളും കമ്പിയും നിരത്തിയും ബാരിക്കേഡുകൾ മതിയാകാത്തതിനാൽ കണ്ടെയ്നറുകൾ തന്നെ നിരത്തിയും പ്രതിരോധത്തിന്റെ കോട്ട കെട്ടുകയാണ് കേന്ദ്രം. ഹരിയാനയിലെ ചിലയിടങ്ങളിൽ ഇന്റർനെറ്റ് നിരോധനം നിലവിലുണ്ട്. ഹരിയാന പോലീസിന് സമരം ചെയ്യുന്നവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമമടക്കം ചുമത്താനുള്ള ആലോചനയുമുണ്ട്. UP ഭരിക്കുന്ന യോഗി 6 മാസത്തേക്ക് ഉത്തർപ്രദേശിൽ സമരമേ പാടില്ലെന്ന് ഓർഡർ പുറത്തിറക്കി കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ കർഷക സമരവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളും പ്രചരിക്കാതിരിക്കാൻ പ്ലാറ്റ്ഫോമുകളോട് സർക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. X ഇത് തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. ഗോദി മീഡിയയും ഹിന്ദുത്വയുടെ സൈബർ ആർമിയും കള്ളപ്രചരണങ്ങളുമായി മുന്നിലുണ്ട്. കർഷകർക്കെതിരെയുള്ള കണ്ണീർവാതക പ്രയോഗവും പോലീസ് അതിക്രമവും ദിനംതോറും ശക്തി ആർജിക്കുകയാണ്. മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന വാർത്തകൾ വന്നു തുടങ്ങുന്നു. എന്നിട്ടും മടങ്ങാനും തോൽക്കാനും മനസ്സില്ലാത്ത കർഷകർ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി ഭരണകൂടത്തിന് നേരെ നെഞ്ഞു വിരിച്ച് നിൽക്കുകയാണ്. അത്ര അകലെ അല്ലാതെ പാർലമെന്റ് പാസാക്കിയ കർഷക നിയമത്തെ തിരുത്തിച്ച് നരേന്ദ്രദാസ് മോദിയെ കൊണ്ട് ജനങ്ങൾക്ക് മുൻപിൽ കൈകൂപ്പി മാപ്പ് പറയിച്ച ചരിത്രം നിലനിൽക്കുമ്പോൾ സമരം നയിക്കുന്ന കർഷകർ എത്ര കണ്ട് ഭയക്കേണ്ടവരാണെന്ന ബോധം NDA മുന്നണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ 56 ഇഞ്ച് നെഞ്ചളവിനുള്ളിൽ മോദിയുടെ ഹൃദയമിടിപ്പ് കൂടുമെന്ന് ഉറപ്പാണ്. കേന്ദ്രം സമവായ ചർച്ചയ്ക്കായി വിളിക്കുന്നതും കർഷകരെ പ്രകീർത്തിച്ച് മോദി ട്വീറ്റ് ചെയ്യുന്നതുമൊക്കെ അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി വേണം കാണാൻ. ചൗധരി ചരൺ സിംഗിനും MS സ്വാമിനാഥനും ഭാരതരത്ന പ്രഖ്യാപിച്ച് വരാനിരിക്കുന്ന കർഷക സമരത്തെ തടഞ്ഞു നിർത്താനുള്ള BJP ശ്രമം പാളിപ്പോയതാണ്. ഇനി എന്താണ് ആവനാഴിയിലെ അസ്ത്രമെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. തിരഞ്ഞെടുപ്പിന് മുൻപേ സമരം ഒത്തുതീർപ്പാക്കാൻ സാധിച്ചില്ലെങ്കിൽ BJP അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. അന്നദാതാക്കൾ അരസിയൽ ചരിത്രം മാറ്റിയെഴുതുമോ എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്.